ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവെഴുത്തിലെ ചില വേദഭാഗങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്പസമയത്തേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. സുവിശേഷം എന്നതോ അത് യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, പുനരുത്ഥാനം, അതാണ് സുവിശേഷം. സമാധാനവും സന്തോഷവും സ്നേഹവും സുവിശേഷത്തിൽ കൂടി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അതാണ് യേശു ശിഷ്യന്മാരോടും പറഞ്ഞത്, നിങ്ങൾ എവിടെ ചെന്നാലും അവിടെയൊക്കെയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. ലോകത്ത് ഏറ്റവും അധികം പ്രസംഗിക്കുന്നത് സുവിശേഷമാണ്. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ്. അതെപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അത് ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകണം എന്ന്. അത് നിവർത്തിക്കുവാൻ സമയമായിരിക്കും എന്നുള്ളത് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് പറയുവാനുള്ള യഥാർത്ഥമായ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ ആയുസ്സിന്റെ നീളക്കുറവാണ്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന് പുതിയ നിയമം പറയുമ്പോൾ പഴയ നിയമത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ്സിന് 120 സംവത്സരം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊക്കെയും ആയുസ് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ കർത്താവിന്റെ വരവും അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള വരവ് മനുഷ്യനായി ജനിച്ചു, മനുഷ്യന്റെ ഇടയിൽ കൂടി 33.5 വയസ്സുവരെ ഇവിടെ ജീവിച്ചു. 3.5 വർഷം ദൈവരാജ്യത്തെ പറ്റി ഈ ലോകത്തെ ബോധ്യപ്പെട്ടു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളുമെല്ലാം ഇവിടെ യേശു കർത്താവ് നടത്തുകയും അത് തന്റെ ശിഷ്യന്മാരിലേക്ക് പകർന്ന് ആ അത്യന്തമായ ശക്തി കൊണ്ട് അവരും യേശു പ്രവർത്തിച്ചതായ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുവാൻ ഇടയായി. അപ്പോസ്തലനായ പത്രോസ്ലീഹ നടന്നു പോകുമ്പോൾ രോഗികളായിട്ടുള്ള മനുഷ്യരെ വഴിയരികിൽ കിടത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ നിഴലടിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യം വന്നില്ല. അതുപോലെ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ. അദ്ദേഹവും വഴിയിൽ കൂടി നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ റൂമാൽ, ആ വസ്ത്രം രോഗികളുടെ ദേഹത്ത് സ്പർശിക്കുമ്പോൾ അവരേത് രോഗിയാണെങ്കിലും അവർക്ക് സൗഖ്യം ലഭിച്ചിരുന്നു എന്ന തിരുവെഴുത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ അനേകം アネアガマネアガマンブダンガルプロバーティチト。 പ്രവർത്തിച്ചിട്ടുണ്ട്.
അത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരും യേശുക്രിസ്തുവിന് മനസ്സലിവ് തോന്നിയവരുമായ സകല മനുഷ്യരിലും ദൈവത്തിന്റെ ആ ശക്തി വ്യാപരിക്കുകയും അവർ കർത്താവിനോട് അപേക്ഷിച്ച കാര്യം അവർക്ക് അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം പറയുന്നത്, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. എന്നാൽ അതിന്റെ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരെ സൗഖ്യമാക്കി, അവർക്ക് കാഴ്ച പ്രാപിച്ചതായി തിരുവഴുത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവരോട് പറഞ്ഞിരിക്കുന്നത് 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു എന്നാണ്. ഇപ്പോൾ യേശുവിനെ പിന്തുടർന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ മനുഷ്യന് സാധ്യമായത് ദൈവത്തിൽ സാധ്യമെന്ന് യേശുക്രിസ്തു തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ്. അവിടെ ഗലീല, ദെക്കപ്പൊലി, യെരൂശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു എന്നാണ് കാണുവാൻ കഴിയും. ഇപ്പോൾ യേശു എവിടെയുണ്ട് എന്നറിഞ്ഞാലും യേശുവിന്റെ പുറകെ ഒരു വലിയ ജനാവലി തന്നെ ഉണ്ടായി, യേശുവിനെ പിന്തുടരുന്നുണ്ടായി. കാരണം അവരുടെയൊക്കെയും ജീവിതത്തിൽ ആശ്വാസം ലഭിക്കാതെ, സമാധാനമില്ലാതെ, ജീവിതത്തിൽ സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ലാതെ, കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് മറ്റാരും സഹായിക്കുവാനില്ലാത്ത അനേക ജനമാണ് യേശുവിനെ പിന്തുടരുന്നത് എന്ന് തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഇവിടെ കാണുന്നത്. വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു എന്ന്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെയാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകളെ കേൾക്കുവാനും ദൈവം എന്താണ് പ്രവാചകന്മാരിൽ കൂടി പറയുന്നതെന്ന് അറിയുവാനും ജനം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വളരെയധികം പേർ ചെന്നുകൊണ്ടിരുന്നു എന്ന് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം പറയുന്നത്, അത് പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്നു, അവൻ അവരെ കൈക്കൊണ്ടു, ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ദൈവരാജ്യത്തെ കുറിച്ച് യേശു ജനത്തോട് സംസാരിച്ചു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല എന്ന് യേശു വിളിച്ചു. കാരണം മനുഷ്യൻ ഭക്ഷണവും പാനീയവും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന കാലഘട്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ വരവെടുക്കുമ്പോൾ, കർത്താവിന്റെ വരവെടുക്കുമ്പോൾ മനുഷ്യനൊക്കെയും ഭക്ഷണപ്രിയന്മാരാകുക. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ കഴിയും, എവിടെ ചെന്നാലാണ് ഭക്ഷണം ലഭിക്കാത്തത്. ഏത് രാത്രിയിലും എവിടെയും എപ്പോഴും ഭക്ഷണം ഏതെല്ലാം
ഇനം ഭക്ഷണങ്ങൾ വേണമെങ്കിലും മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും ലഭിക്കും. അപ്പോൾ ഇതൊക്കെയും തിരുവചനം പറയുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രവചനങ്ങളും നമ്മളുടെ കൺമുൻപിൽ നിവർത്തിയാകുകയാണ് എന്നുള്ളത് നാം അറിയേണ്ടതാണ്. അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടവരെ സൗഖ്യമാക്കുകയും ചെയ്തു. രോഗികളായിട്ടുള്ള അനേകരെ കട്ടിലിലും കിടക്കകളിലുമൊക്കെയും ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് വരികയും അവരെ യേശു സൗഖ്യമാക്കുകയും ചെയ്തു. ഇതൊക്കെയും ഇന്ന് അതിശക്തമായ രീതിയിൽ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇതൊക്കെ കാണുമ്പോൾ നാം ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന്. അതാണ് യേശു ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നത്. ഒരു മനുഷ്യനും ദൈവരാജ്യത്തിലേക്ക് ഓടിക്കയറുവാൻ കഴിയുകയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും മനുഷ്യനൊരു മാറ്റം ആവശ്യമാണ്. മാറ്റം വന്നേ മതിയാവും. വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു മനുഷ്യനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ അശുദ്ധനാണ്. അശുദ്ധമായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ദൈവം അതിവിശുദ്ധനാണ്. ആ ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ അവിടേക്ക് പ്രവേശിക്കുവാനുള്ളവരും വിശുദ്ധരായി. വിശുദ്ധ ജീവിതം ഒരു മനുഷ്യനെ നയിക്കണമെങ്കിൽ ദൈവത്തിന്റെ സഹായം അവൻ അത്യന്താപേക്ഷിതമാണ്. കാരണം മനുഷ്യൻ അവന്റെ ആത്മാവ് മരണത്തിന് യോഗ്യമായി തീർന്നു പാപം നിമിത്തം. ആ പാപത്തിൽ നിന്ന് ഒരു മനുഷ്യനും സ്വയം മുക്തനാകുവാൻ കഴിയുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം ആ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുകയും ഞാൻ വീണ്ടും വരും, എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തു കൊണ്ടുപോകുവാനാണ് യേശു കർത്താവ് വീണ്ടും വരും. ആ വീണ്ടും വരവിന് വേണ്ടി അപ്പോൾ യേശുവിനോട് കൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാനും ദൈവരാജ്യത്തിൽ ദൈവത്തോടു കൂടെ അവസാനമില്ലാത്ത നാളുകൾ വസിക്കുവാനും നാം വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരശുദ്ധനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ഒരശുദ്ധനും ഭൂമിയിൽ അവിശേഷിക്കരുത് എന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യരെ വിശുദ്ധനാകുവാൻ തന്റെ ജീവനും തന്റെ രക്തവും കൽവരിയിലെ ക്രൂശിൽ ചൊരിഞ്ഞത് എന്ന് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം പറയുന്നത്, ആകയാൽ നാം എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. കാരണം നീതി എന്താണ് എന്നറിയാത്ത മനുഷ്യൻ, അതിനാണ് ഇവിടെ ജാതികൾ എന്ന് പറയുന്നത്. ആ ജാതികൾ യേശുക്രിസ്തു മുഖാന്തരം വിശ്വാസത്താൽ നീതിമാന്മാരായി. യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് അവർ നീതിമാന്മാരായി തീർന്നത്. കാരണം സുവിശേഷങ്ങളിൽ കൂടി അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, യേശു മരിച്ചത് എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ഉള്ള സത്യം. ആ വിശ്വാസമാണ് അവരെ നീതിമാന്മാരാക്കിയത്. അതാണ് പഴയ നിയമം പഠിക്കുമ്പോൾ അബ്രഹാം എന്ന ആ മനുഷ്യൻ വിശ്വാസത്തിൽ കൂടിയാണ് നീതിമാനായി തീർന്നത്, പ്രവൃത്തിയിൽ കൂടിയല്ല എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര നല്ല പ്രവൃത്തി ചെയ്താലും
മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് പാപം കഴുകിക്കളയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിയുടെ നന്മ പ്രവർത്തികൾ കൊണ്ടൊന്നും ആ മനുഷ്യന് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ പുണ്യപ്രവൃത്തികളോ നന്മകളോ ചെയ്യുന്നത് അത് മനുഷ്യന് വേണ്ടി ചെയ്യണമെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത്തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഞാൻ നീതിമാനായി എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതെന്ന് ഏറ്റുപറഞ്ഞു വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നീതിമാനായി തീർന്നിരിക്കുന്നത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അപ്രകാരമുള്ളവരാണ് നീതിമാന്മാരായി കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാതെ ദൈവത്തോടുകൂടെ വസിക്കുവാൻ ഒരു വഴിയുമില്ല. ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലഘട്ടമാണ്. അത് രോഗവും പ്രാരാബ്ധങ്ങളും കഷ്ടതകളും അനേക വേദനകളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞതും അതുമായി മുൻപോട്ട് പോയി ഒടുവിൽ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതും. എന്നാൽ അതിനപ്പുറം 70 80 ഒന്നുമല്ല, അവസാനമില്ലാത്ത ജീവിതം ജന്മത്തോടുകൂടെ ഉണ്ട് എന്ന തിരുവചനം വളരെ വ്യക്തമായി തന്നെ നമ്മോട് പറയുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം പറഞ്ഞവൻ ഇപ്രകാരമാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായോട് പറയുകയാണ്, തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന്. അപ്പോൾ യേശു കർത്താവിനാൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പുറകെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. കാരണം യേശുവിനെ പിൻപറ്റിയാൽ അവന് ലഭിക്കുന്നതായ ആ വലിയ അനുഗ്രഹം, അതിനുവേണ്ടി ആ സ്വർഗീയ ജീവിതം, ദൈവത്തോട് കൂടെയുള്ള അവസാനമില്ലാത്ത വാസം, അത് ലഭിക്കുവാൻ വേണ്ടി ഇവിടെ തിമോത്തിയോസ് ഫിലിപ്പിയർക്ക് എഴുതിയ 3:12 അപ്പോസ്തലൻ പറയുകയാണ്, തികഞ്ഞവനായി എന്നോ അല്ല. ഒരു മനുഷ്യനും പൂർണ്ണനല്ല, പൂർണ്ണതയേറിയത് ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് തിരുവെഴുത്തുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ യേശുവിനെ പിൻപറ്റി നമുക്കും അത് പിടിക്കാമോ എന്ന് ആഞ്ഞുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുക എന്നാണ് ഇവിടെ തിരുവചനം ബോധ്യപ്പെടുത്തുന്നത്. തിമോത്തിയോസ് 1:6-11 പറയുന്നത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, സൗമ്യത എന്നിവയെ പിന്തുടരുക എന്ന ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമായിരിക്കും അവരുടെ ജീവിതം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക എന്നാണ് അപ്പോസ്തലൻ പിന്നെയും പറയുവാൻ ഇടയായി തീർന്നത്. 1 പത്രോസ് 3:11 അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. അപ്പോൾ ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ
നമുക്കിവിടെ എന്തൊക്കെയുണ്ടെങ്കിലും നമുക്ക് സമാധാനമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത, ആ അനുഭവത്തിൽ കൂടി കടന്നു പോകാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ഇല്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ, ആ ക്രിസ്തുവിനെ അന്വേഷിച്ച് കർത്താവിനെ പിന്തുടരുന്നവനോ അവന് സമാധാനവുമുണ്ട്, അവന് സൗഖ്യവുമുണ്ട്, അവന് നിത്യജീവനും ഉണ്ട് എന്ന് ഇവിടെ അപ്പോസ്തലനായ പത്രോസ്ലീഹ പറയുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത് കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ സ്വർഗത്തിൽ വസിക്കുവാൻ ഒരുങ്ങിയിരിക്കണമേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.